ഉണ്ടെന്ന്. എന്തൊക്കെയാണെന്ന് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ആ ഒരു പിക്ചർ ന്യൂജൻ പിള്ളേരുടെ ഒരു വാക്കാണല്ലോ ബക്കറ്റ് ലിസ്റ്റ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം ഉള്ളത്. ഞാൻ ഈ കുത്തിയോട്ടമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ കടൽ കടന്ന് ഈ ഒരു കുത്തിയോട്ടം നമ്മുടെ UAE കാണുമ്പോൾ മനസ്സിനൊരു കണ്ടോ, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടൻ കൂടാതെ മന്ത്രി കൂടിയായ ശ്രീ സുരിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളുടെ കൂട്ടത്തിലൊരാൾ അങ്ങനെ തന്നെ പാടുന്നല്ലേ. അബുദാബി പ്രവാസികളുടെ കൂട്ടായ്മയിൽ ചെയ്തെടുത്ത ഈ ചെട്ടികുളങ്ങര മഹോത്സവത്തിൽ ചെട്ടികുളങ്ങര അമ്മയുടെ പ്രതിഷ്ഠയും ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേരും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഒരു അമ്പലത്തിൻ്റെ മൊത്തം വ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ കഥ യൂട്യൂബിലിട്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇനി മുന്നോട്ട് കുറച്ചും കൂടെ കഥകളുണ്ടെന്ന്. എന്തൊക്കെയാണെന്നല്ലേ, ദാ കണ്ടു നോക്കിയാലോ. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി പലരും അവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ആ ഒരു പിക്ചേഴ്സ് ക്യൂ അത് എവിടെയാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ്. നമ്മുടെ UAE ഇപ്പോൾ തണുത്ത് കിടക്കുകയാണ്. ഈ ഒരു ഇളം വെയിലിൽ കാറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. കൂടാതെ അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടെ ഉണ്ടല്ലോ. ന്യൂജൻ പിള്ളേരുടെ ഒരു വാക്കാണല്ലോ ബക്കറ്റ് ലിസ്റ്റ്. അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർക്ക് ഈ ലൈഫിൽ ഫുൾഫില്ല് ചെയ്യണമെന്ന്. അതേപോലെ എനിക്കും ഉണ്ട് കുറച്ച് ആഗ്രഹങ്ങൾ. അതിൽ 1-2 കാര്യം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അബുദാബി അമ്പലത്തിൽ. ഓണാട്ടുകരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ചെട്ടികുളങ്ങര അമ്പലം. അവിടുത്തെ പ്രധാന ഉത്സവം കുത്തിയോട്ട മഹോത്സവം. നാട്ടിൽ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം ഉള്ളത്. ഞാൻ ഈ കുത്തിയോട്ടമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ കടൽ കടന്ന് ഈ ഒരു കുത്തിയോട്ടം നമ്മുടെ UAE കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞില്ലേ, 1ാമത്തെ ആഗ്രഹം എന്താണെന്നല്ലേ, കണ്ടോ, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടൻ കൂടാതെ മന്ത്രി കൂടിയായ ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തെ നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. നടനാണ്, അതിലുപരി വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു മിനിസ്റ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നോളൂ എന്നാണ് പറഞ്ഞത്. പരിമിതികൾക്കിടയിൽ നിന്നും നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളുടെ കൂട്ടത്തിലൊരാൾ അങ്ങനെ തന്നെ. ചെട്ടികുളങ്ങര അമ്മയുടെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കുത്തിയോട്ടച്ചെവിട്. കുത്തിയോട്ടച്ചെവിടിന് ചേർന്ന പാട്ടുകളോ വളരെ ഭംഗിയാണ് കേൾക്കാൻ. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ആ പാട്ടിനനുസരിച്ച് ചുവട് വയ്ക്കാൻ തോന്നും. എന്ത് അസാധ്യമായിട്ടാണ് അവർ പാടുന്നത് അല്ലേ. അബുദാബി പ്രവാസികളുടെ കൂട്ടായ്മയിൽ ചെയ്തെടുത്ത ഈ ചെട്ടികുളങ്ങര മഹോത്സവത്തിൽ ചെട്ടികുളങ്ങര അമ്മയുടെ പ്രതിഷ്ഠയും ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തേരും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഒരു അമ്പലത്തിൻ്റേതായ ഒരു ഫീലാണ് നമ്മളവിടെ ഇരുന്നപ്പോൾ. ദേവിയെ തൊഴുതിട്ട് ഞങ്ങൾ ഹോളിന് പുറത്തേക്ക് ഇറങ്ങി. 1-2 ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അബുദാബി അമ്പലത്തിൻ്റെ മൊത്തം വ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അലയിലെ കുറച്ച് സുഹൃത്ത് വലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡും എല്ലാവരോടും വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു അദ്ദേഹം. ആൻഡ് ദ സെക്കൻഡ് തിങ് വിച്ച് ഐ ആം വെയിറ്റിംഗ് ഫോർ, അത് പറയുന്നതിനേക്കാളും നല്ലത് നേരിട്ട് കാണുന്നത് തന്നെ. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ മാത്രമല്ല എല്ലാവരും, അവിടെയുള്ള എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എൻ്റെ മോളും ഭവ്യയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഭവ്യ അവളുടെ സുഹൃത്താണ്.
ഇപ്പോൾ ആർക്കെങ്കിലും ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തിനെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്? ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓളം സൃഷ്ടിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഭജന കാണാൻ വേണ്ടിയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ ഇവരുടെ വളരെ വലിയൊരു ഫാനാണ്. അവർ ഈ പ്രോഗ്രാമിൽ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ അവർ പാടുന്നതിൽ നമുക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്ന, അതായത് ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളില്ലേ, ആ പാട്ടുകൾ മാത്രമാണ് ഞാൻ ഈ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. समस्त भक्त मंडली की जय, समस्त भजन मंडली की जय, समस्त भागवतों की जय, सर्वत्र गोविंद नाम संकीर्तनम गोविंदा गोविंदा. എല്ലാവർക്കും ഒരുമിച്ച് പാടിപ്പോലെ ഓരോ വരികളും പാടുന്നുണ്ട്. ഇന്നും നിറഞ്ഞൊരമ്മേ, എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കെന്നും തരുന്നൊരമ്മേ, അമ്മേ ആർത്തബന്ധു നീന്നുമമ്മേ, ആർത്തബന്ധു നീന്നുമമ്മേ. 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ബാക്കിയുള്ള ആൾക്കാരോട് ഒരുമിച്ചാൽ ഓക്കെ. എങ്ങും നിറഞ്ഞൊരമ്മേ, എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കെന്നും തരുന്നൊരമ്മേ, എനിക്കെന്നും തരുന്നൊരമ്മേ, പൊരുളായി നിറയുമമ്മേ, പൊരുളായി നിറയുമമ്മേ, ആർത്തബന്ധു നീന്നുമമ്മേ, ആർത്തബന്ധു നീയെന്നുമമ്മേ. ആദിപരാശക്തി അമ്മേ ഗുരുവരമ്മേ, ദൈവം തെളിയുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ തിരുവിഗ്രഹം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ മുരളി പുഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നിടത്ത സംഗീതം നിങ്ങളീണലിയുന്നു. അറിയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. അവർ പാടുന്ന മ്യൂസിക്സിൻ്റെ ഇടയ്ക്കുള്ള മൈൽ സ്റ്റോൺ മ്യൂസിക്കാണിത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു മ്യൂസിക്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടുമില്ല കുഴലുമില്ല, നെഞ്ചിൽ തുടിക്കും സംഗീതം. രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം.
ഭജനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അബുദാബി അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എന്താണെന്നറിയാമോ, അബുദാബി അമ്പലത്തിൽ എപ്പോഴും വൈകുന്നേരങ്ങളിൽ കയറുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആകപ്പാടെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. എൻ്റെ 2ാമത്തെ പ്രാവശ്യം വന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും അമ്പലത്തിനകത്തിലോട്ട് കയറിയിട്ട് വരാം. നമുക്ക് അമ്പലത്തിനകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിന് പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിവിടുത്തെ നിയമമാണ്. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല. കയ്യിൽ ഫോണുണ്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവോ, സൈലൻ്റ് ആക്കി ഇടുവോ, ഫ്ലൈറ്റ് മോഡിൽ ചെയ്യുവോ, അങ്ങനെ തന്നെ വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അമ്പലത്തിൽ വന്നു, ഞങ്ങൾ തൊഴുതു, പെട്ടെന്ന് തിരിച്ചുപോയി, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അമ്പലത്തിനകത്തിലെ ഓരോ കാഴ്ചകളും വളരെ വ്യക്തമായിട്ട് കണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ശില്പങ്ങളുണ്ട്. ഓരോ ശില്പത്തിനും ഓരോ കഥകളുണ്ട്. എനിക്ക് എല്ലാ ശില്പവും കണ്ടിട്ട് ഒരു കാര്യവും അങ്ങനെ എന്താണ് അതിൻ്റെ സ്റ്റോറി ബിഹൈൻഡ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു ശില്പം കണ്ടിട്ട് എനിക്ക് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. രാമായണം, നമ്മുടെ ഇതിഹാസമായ രാമായണമാണ് കൊത്തിവെച്ചേക്കുന്നത്. ജനകൻ സീതാദേവിയെ കിട്ടുന്നു, ശ്രീരാമൻ വന്ന് വില്ലൊടിച്ച് സീതാദേവിയെ കല്യാണം കഴിക്കുന്നു. എന്ത് മനോഹരമായിട്ടാണല്ലേ ചെയ്തേക്കുന്നത്. രാമായണത്തിൻ്റെ ഓരോ ഭാഗം വായിക്കുമ്പോഴും ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പരശുരാമൻ വരുന്നു, ഭഗവാൻ വില്ലെടുക്കുന്നു. അപ്പം നമ്മൾ ഓരോ ഭാഗങ്ങളും സങ്കല്പിക്കും. അദ്ദേഹം പരശുരാമൻ വരുന്നു, ശ്രീരാമ ഭഗവാൻ വില്ലെടുക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടല്ലേ, നമ്മുടെ മനസ്സിലെ ചിത്രങ്ങൾ ഇവിടെ ശില്പമായിട്ട് കൊത്തിവെച്ചേക്കുവാണ്. നമ്മളെക്കാട്ടിലും ചെറിയ കുട്ടികൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നത്. എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മെയിൻലി ഇതിനകത്തിൽ ഹനുമാൻ തോളത്ത് ശ്രീരാമനെ ലക്ഷ്മണനെ വെച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ ലാസ്റ്റ് സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നത്, ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് മോന് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് TV ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഈ രാമായണം മഹാഭാരതം പോലുള്ള കഥകളൊക്കെ കാണുമ്പോൾ അവർക്ക് രാമായണത്തിൻ്റെ കഥകളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അതവർക്ക് മനസ്സിലാവും എന്താണിതെന്ന്. ശ്രീരാമൻ്റെ പട്ടാഭിഷേകമൊക്കെ കാണണം, നല്ല ഭംഗിയിലാണ് ചെയ്തു വച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ വന്നത് വൈകുന്നേരത്താണ്. പെട്ടെന്ന് വന്നു തൊഴുതു തിരിച്ചുപോയി. ആ വന്ന സമയം കുറച്ചാണെങ്കിൽ പോലും രാത്രിയിൽ വന്നതുകൊണ്ട് തന്നെയും അമ്പലത്തിലുള്ള ലൈറ്റ്സ് കൊണ്ട് അമ്പലത്തിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ ഈ സൺഡേ ചെട്ടികുളങ്ങര മഹോത്സവവും അബുദാബി അമ്പലത്തിൽ കയറി തൊഴുതും പോസിറ്റിവിറ്റി എടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരു മനസ്സിനൊരു സമാധാനമുണ്ട്. ഒന്നും ഓർക്കാതെ, ഒന്നും ചിന്തിക്കാതെ, യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ, യാതൊരു സ്ട്രെയിനും ഇല്ലാതെ കുടുംബത്തോടൊപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്തരീക്ഷത്തിൽ നമ്മളൊരു ദിവസം മുഴുവൻ ചിലവഴിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചിലവഴിച്ചതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.